ഡേഞ്ചർ വൈബ് കിട്ടാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഹായ്. നമ്മൾ കളിക്കാൻ പോകുന്ന ലെവലാണ്. എല്ലാവരും കളിക്കുന്ന, അതായത് ഇപ്പം ഒട്ടുമിക്ക എല്ലാവരും കളിക്കുന്ന ഗെയിമാണ് നമ്മൾ കളിച്ച് നോക്കാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ മാത്രമല്ല നിങ്ങളെല്ലാവരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ട്രോളാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വിടും, ഇതുപോലെയൊക്കെ. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഇങ്ങനെ പോകണം. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമുക്ക് നല്ല ക്ഷമ ഉണ്ടാവണം ഈ ഗെയിം കളിക്കണമെങ്കിൽ. ക്ഷമ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്തിരിക്കണ അടുത്ത എന്ത് സാധനം ഉണ്ടെങ്കിലും അത് അടിച്ചു പൊട്ടിക്കും നമ്മൾ. അങ്ങനെയാണ് കളികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമുകളിലേക്ക് കളിക്കാം. അല്ല പറഞ്ഞുകൊണ്ടിരുന്നതിനിടെ കളിച്ച് ഞാൻ കുറേ ലെവൽ കഴിഞ്ഞു പോയി. ഓക്കെ, കണ്ടാ ഒന്നെനിക്ക് പക്ഷെ എന്നാലും ഞാൻ എന്തിനാണോ പോയി ചത്തു കൊടുക്കണത് എന്നതിനാണ്. ക്ഷമയുള്ളവരൊക്കെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ്, ക്ഷമയുള്ളവർക്ക് കളിക്കാൻ പറ്റിയ ഗെയിമാണ് ഈ ഗെയിം. കണ്ടാ, ഇതുപോലെ നമ്മൾ ക്ഷമയാണ് എല്ലാത്തിൻ്റെ ഇത്. നമ്മൾ ഇത് തന്നെ നോക്കുവാണെങ്കിൽ ഇതൊരു ട്രോൾ ഗെയിം ആണെന്നാണ് ഈ ഹെഡിങ്ങിൽ തന്നെ, അതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നോട്ട് എ ട്രോൾ ഗെയിം എന്ന് പറയും. പക്ഷേ ഇത് ഇതൊരു ട്രോൾ ഗെയിമാണ്. ഇപ്പം നമ്മൾ അടിയിൽ ആ മുള്ള് കണ്ട, ആ മുള്ളിൽ കൊണ്ടുപോയി ചാടിക്കഴിഞ്ഞാൽ മുള്ള് കുത്തി കയറി നമ്മൾ ചാവും. അപ്പം നമ്മൾ ഇവിടെ ചാടണം. പക്ഷേ ഇത് ട്രോൾ ഗെയിമാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് ചാടിയാലോ ഈ സാധനം ഇങ്ങോട്ട് നീങ്ങും. അപ്പം നമ്മൾ ഇങ്ങോട്ട് ചാടണം. മനസ്സിലായോ? കണ്ട ബുദ്ധി. ഇങ്ങോട്ട് ചാടിയിട്ട് ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെയാണ് കളിക്കണത്. മനസ്സിലായോ? നമ്മളിങ്ങനെ ഇങ്ങോട്ട് ചാടണം. എന്നിട്ട് അങ്ങനെയാണ് പറ്റില്ല. അതിനാണ് ഇവിടെ സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കണേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഇനി വേറെ ഏതെങ്കിലും വരുമില്ല. എനിക്ക് അത്ര ചാടണം. നമ്മൾ നല്ല ചാടണമായിരിക്കും കുറച്ചുകൂടി സേഫ്. ചാടിക്കഴിഞ്ഞാലേ ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിയാണ്. ചാടണേന് നമുക്ക് ഒരു ഗുണവും ഇവിടെ ചാടാൻ പറ്റില്ല. ഇതെന്താ ഇവിടെ ഇവിടെ ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? അയ്യോ ഇതെന്താ? ഇടിച്ചിടിച്ച് ചത്ത് ഓൾറെഡി ചത്തു. ഇപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി രക്ഷപ്പെട്ടു. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും വരുമോ? വെയിറ്റ് ചെയ്ത് നോക്കാം. അയ്യോ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോയതാ, പറ്റിപ്പോയ. വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. വന്ന് ഞാൻ കണ്ടതായിരുന്നു. എടാ ഒന്നും ആലോചിക്കാണ്ട് ഞാൻ എടുത്ത് ചാടിക്കൊണ്ടിരിക്കുക. ഓക്കെ, എടാ വന്ന് വീണ് ഇവിടെ പെട്ടെന്ന്. എന്ത് പെട്ടെന്നാണ് അത് വന്നേ. നമ്മൾ അടുത്ത ലെവലെത്തി 1 മിനിറ്റ് ആയപ്പോഴത്തേക്കും. അതാണ് നമ്മുടെ പവർ. ദാറ്റ് ഈസ് പവർ. ചാടണ കുറച്ചുകൂടി നല്ലതാ. കണ്ട, ചാടണ നല്ലതല്ല. ഞാൻ ചുമ്മാ പറഞ്ഞ. നമ്മളെല്ലാം നോക്കിയിട്ട് വേണം ചാടാൻ. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ തള്ളിയിടുമായിരിക്കുമല്ലേ. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരു പ്രോയായി പോയി. എടാ ചുമ്മാ പോയതിനെ കുഴിയിലേക്ക് ഇറങ്ങ. ഞാൻ ചുമ്മാ നടന്ന് ഈ കുഴി വീഴാണ്ട്, എന്നിട്ട് ഞാൻ തള്ളി കുഴിയിലേക്ക് ആക്കുക. അയ്യോ പേടിച്ചു കഴിഞ്ഞാൽ. ഇത് സിമ്പിളല്ല, ഇത് നീങ്ങി വരും. പേടിച്ചു പോയി. അയ്യോ പേടിപ്പിക്കാനായിട്ട്. നമ്മൾ അടുത്ത ലെവലെത്തി. ഓക്കെ, അത് കോയിൻ എടുക്കാൻ പറ്റുമോ?
ഒറ്റ ഈ ഈ കോയിനും കൂടി ഈ ഈ അയ്യോ ഇല്ല ഇല്ല, എനിക്ക് ആ കോയിൻ വേണ്ട. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം. ആ കോയിൻ എന്തായാലും എടുത്ത് ഫുള്ള് കോയിൻ എടുത്തിട്ട് മനസ്സമാധാനമില്ലല്ലോ. ഫുള്ള് കോയിൻ എടുത്തില്ലെങ്കിൽ മനസ്സമാധാനം. എടാ ആ കോയിൻ എടുത്തില്ല. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ കിടക്കണല്ലേ. അതെടുക്കണം. അതെടുക്കാൻ പാടില്ലായിരുന്നല്ലേ. ഞാൻ ആദ്യം ഫ്ലോയിലങ്ങ് പോയപ്പോൾ അതെടുക്കാണ്ട് പോയതായിരുന്നു. ചില നേരത്ത് ചാടാനേ പാടില്ല. അതാണ് നമ്മൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം എന്നെ ഉണ്ടായി, എനിക്കതും കൂടി മനസ്സിലായില്ല. ഓക്കെ എടാ ഇതൊന്നും എടുക്കാൻ പാടില്ല. കോയിൻ ഇപ്പം ഈ കോയിൻ എടുക്കാനേ പാടില്ല. അതാണ് നമുക്ക് തരുന്ന അയ്യോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബോറടിച്ചിട്ട് ഇവിടം വരെ കണ്ടെത്തിയ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.